ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണമായ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും പഠിക്കാൻ ഒരുമിച്ച് കൂടിയ ഈ ഒരു വിജ്ഞാന സദസ്സിൽ പടച്ച റബ്ബ് നമ്മുടെ വലിയ ഇഖ്ലാസോടെയുള്ള ഒരു പ്രവർത്തനം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഓരോ പ്രഭാതവും മനുഷ്യനെ പുതിയ ചിന്തകളിലേക്കും പുതിയ നന്മകളിലേക്കും പ്രചോദനമാകുന്നതായി മാറണം. ഓരോ ദിവസവും എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് ചെയ്തു കൂട്ടാൻ ഒരുപാട് അജണ്ടകൾ നമ്മുടെ മുമ്പിൽ വേണം. നാം നമ്മുടെ ഷെഡ്യൂളുകൾ ചെയ്യുമ്പോൾ, പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിൽ മുൻഗണന കൊടുക്കേണ്ടതുണ്ട്, താഴെ തട്ടിലേക്ക് മാറ്റേണ്ടതുണ്ട്, ഓരോന്നിനും ഒരു ക്രമം നിശ്ചയിക്കേണ്ടതുണ്ട്. അടിയന്തിരമായും അത്യാവശ്യമായും പ്രാധാന്യത്തോടെയും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്ക് അതിൽ മുൻഗണനാ ലിസ്റ്റിൽ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കഫാറത്തിന് വേണ്ടി ഇസ്ലാം നിശ്ചയിച്ച ചില വ്യവസ്ഥകൾ. കഫാറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന, അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ അടുത്ത് സംഭവിക്കുന്ന പാപങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ. ആ പാപപരിഹാര മാർഗങ്ങളിൽ ഇസ്ലാം ഏറെ പ്രാധാന്യത്തോടെ പറഞ്ഞ ഒരു നന്മയാണ് പള്ളിയിലേക്കുള്ള വരവ്, പള്ളിയിലേക്കുള്ള നടത്തം, ജമാഅത്ത് നമസ്കാരത്തിന് ഉദ്ദേശിച്ചുള്ള വരവ്. അത് നമ്മുടെ പാപങ്ങൾ നമ്മൾ അറിയാതെ പടച്ച റബ്ബ് നീക്കം ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചൊരു വ്യവസ്ഥയാണ്. പല ഹദീസുകളും വായിച്ചാൽ അവിടെ എല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടെ പഠിപ്പിച്ചിരിക്കുന്നത് ജമാഅത്ത് നമസ്കാരത്തിന് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച്. അതിൽ കാണാൻ സാധിക്കും, ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ചൊരു ഹദീസിൽ മലായിക്കത്തുകൾ രാത്രിയിൽ ജോലി ചെയ്യുന്ന ആളുകളും മലായിക്കത്തുകളും പകല് ജോലി ചെയ്യുന്ന മലായിക്കത്തുകളുമുണ്ട്. അവർ ആകാശ ലോകത്തുനിന്ന് പകൽ സമയത്ത് ജോലി ചെയ്യേണ്ട ഉത്തരവാദിത്വമുള്ള ആളുകൾ ഇങ്ങോട്ട് വരുമ്പോ ആ സമയത്ത് രാത്രിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞു പോകുന്ന മലായിക്കത്തുകളുണ്ട്. അവർ സംഗമിക്കുന്ന സമയത്തെക്കുറിച്ച് പറയാണ്, വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ അസ്രി. ഈ രണ്ട് സംഘം മലായിക്കത്തുകളും സംഗമിക്കുന്ന സമയമാണ് ഫജ്റിന്റെ സമയവും അസ്റിന്റെ സമയവും. അപ്പൊ ആ രണ്ട് ജമാഅത്തിന് പ്രാധാന്യം പറയാണ്. അപ്പോ ഇവരോട് മലായിക്കത്തുകളോട് ചോദിക്കുമത്രേ, നിങ്ങൾ അവിടുന്ന് ഭൂമിയിൽ നിന്ന് മേലേക്ക് വരുന്ന സമയത്ത് കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകൾ അവിടെ എന്തെടുക്കുകയാണ്? ഫയഖൂലൂന, അവർ പറയും, തറക്നാഹും വഹും യുസല്ലൂന, ഞങ്ങൾ അവരെ ഇട്ടേച്ച് പോരുമ്പോ അവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് പകൽ സമയത്തുള്ള ഡ്യൂട്ടികളെല്ലാം കഴിഞ്ഞ് അസറിന്റെ സമയത്ത് അവർ പോകുമ്പോൾ നമ്മൾ അസർ നിസ്കരിക്കാം. പിന്നീട് രാത്രി സമയത്തേക്കുള്ള ജോലി നിർവഹിച്ച് അവർ തിരിച്ചു പോകുമ്പോൾ ഇവിടെ നമ്മൾ ഫജ്ർ നിസ്കരിക്കണം. അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വരുമ്പോഴും അവർ നിസ്കരിക്കുകയാണ്. അപ്പോ അല്ലാഹു തആല അഭിമാനത്തോടെ പറയുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്ക് ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു. അപ്പൊ നമ്മുടെ പാപങ്ങൾ പരിഹരിച്ചു കിട്ടാനുള്ള വലിയ ഒരു മാർഗമായി അവിടെ ഈ സ്വലാത്തുൽ ജമാഅത്തിന്റെ ലിസ്റ്റിൽ പരിഗണിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, നാളെ അള്ളാഹുവിന്റെ പരലോകത്തെ കോടതിയിൽ ഒരു തണലുമില്ലാത്ത, പടച്ച റബ്ബിന്റെ തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത. കാരണം നമ്മൾ കഴിഞ്ഞ സൂറത്ത് പഠിച്ചപ്പോ അതിൽ പറഞ്ഞിരുന്നു, ഒരു പരന്ന ഭൂമിയാക്കിയിട്ട് നിരന്ന ഒരു മലമ്പ്രദേശമില്ലാതെ, മരങ്ങളില്ലാതെ, വേറെ ഏറ്റക്കുറച്ചിലുകളില്ലാത്ത നിരന്ന സ്ഥലത്താണ് വിചാരണ ഉണ്ടാവുക. ആ വിചാരണ ചെയ്യുന്ന സമയത്ത് ഒരു തണലുമില്ലാത്ത, അള്ളാന്റെ തണലല്ലാതെ ഇല്ലാതെ ഒരു മാർഗവും ഇല്ലാത്ത സബഅത്തുൻ, 7 വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോ, ഒരാൾ
ഖൽബുഹു അവന്റെ ഖൽബ് മുഅല്ലഖും ഫിൽ മസാജിദി പള്ളിയിൽ ബന്ധിപ്പിക്കപ്പെട്ടവന്റെ ഖൽബാണ്. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഖൽബ് മുഅല്ലഖാവുക എന്ന് പറഞ്ഞാൽ അതിൽ ഉലമാക്കന്മാര് പറയുന്നത് ജമാഅത്ത് നമസ്കാരത്തിന് മുഅല്ലഖാവാണ്. പള്ളി പോകുക എന്ന് മാത്രമല്ല, ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലെത്തുക എന്ന ഹൃദയബന്ധം സ്ഥാപിക്കുന്നവനാണ് 7 വിഭാഗത്തിൽ ഒരാൾ. നമ്മൾ ആ ലിസ്റ്റിൽ ഉണ്ടാവണം, നമുക്കതിന് സാധ്യമാകണം എന്നാണ് പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ ഗദാ ഇലൽ മസ്ജിദി വറാഹ, ആരെങ്കിലും പള്ളിയിലേക്ക് പോവുകയോ തിരിച്ചു പോവുകയോ രാവിലെയോ വൈകുന്നേരമോ പോവുകയാണെങ്കിൽ, ഒക്കെ ജമാഅത്ത് നിസ്കാരത്തെ പറ്റി പറയുന്നു, അഅദ്ദല്ലാഹു ലഹു നുസുലഹു മിനൽ ജന്നതി കുല്ലമാ ഗദാ വറാഹ, അഅദ്ദല്ലാഹു ലഹു അല്ലാഹു തആല അവന് വേണ്ടി ഒരുക്കി കൊടുക്കും, നുസുലഹു സൽക്കാരം, മിനൽ ജന്നതി സ്വർഗ്ഗത്തിൽ നിന്ന്. നമ്മളൊരു സൽക്കാരം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പ്രാധാന്യം ഉണ്ടാവും. എന്നാൽ സ്വർഗക്കാർക്ക് സ്വർഗത്തിലെ സൽക്കാരം അല്ലാഹു ഒരുക്കി വെക്കുന്നത് പള്ളി പോണ ആൾക്കാർക്ക്. ഇതൊക്കെ ജമാഅത്തുമായി ബന്ധപ്പെട്ട് വെറുതെ പള്ളി പോണ ആളുകൾക്കുള്ളതല്ല. പള്ളി ക്ലീൻ ആക്കുന്നതിനേക്കാൾ, പള്ളി അടിച്ചു വാരുന്നതിനേക്കാൾ വലിയ കൂലിയാണ് പള്ളിയിലേക്കുള്ള ജമാഅത്തിന് വേണ്ടിയുള്ള പോക്ക് നടത്തും. അതുകൊണ്ടാണല്ലോ ഒരു വ്യക്തി ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ദറജ 27 ഇരട്ടി പ്രതിഫലം നിശ്ചയിച്ചത് ജമാഅത്ത് നമസ്കാരത്തിന്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹാബി വര്യൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാൻ നബി പറയുന്നത് കേട്ടിട്ടുണ്ട്. മൻ സല്ലൽ ഇശാ ഫി ജമാഅത്തിൻ, ആരെങ്കിലും ഒരാൾ ഇശാ നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ, ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈലി, രാത്രിയുടെ അർദ്ധരാത്രി വരെ നമസ്കരിച്ചവന്റെ കൂലിയാണ്. അത്രയും സമയം അർദ്ധരാത്രി വരെ ഉറങ്ങാതെ നിസ്കരിച്ചവന്റെ കൂലിയാണ് 4 റക്അത്ത് ഇശാ ജമാഅത്ത് മുടക്കാതെ പോയി പങ്കെടുക്കണം. വമൻ സല്ല സുബ്ഹ, സുബ്ഹിയും ജമാഅത്തായി നമസ്കരിച്ചാൽ, ഫകഅന്നമാ സല്ലൽ ലൈല കുല്ല, രാത്രി മുഴുവൻ സമയം നിസ്കരിച്ചവനെ പോലെയാണ്. ഉറങ്ങാതെ നിസ്കരിച്ചവന്റെ കൂലിയാണ്. ഈ 2 ജമാഅത്തും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ, നീ ആ ജമാഅത്തിലേക്ക് നടന്നു പോണതും അവിടെ വെച്ച് ഓതുണ്ടാക്കുന്നതും പള്ളിയിൽ കയറുന്നതും, അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, 27 ഇരട്ടി പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ 27ഓളം അദബ് പാലിക്കുന്നവനായി മാറണം. അതിൽപ്പെട്ടതാണ് വീട്ടിൽ നിന്ന് ഒളു ചെയ്യുക. ജോലി സ്ഥലത്ത് നിന്ന് വരികയാണെങ്കിൽ ജോലി സ്ഥലത്ത് നിന്ന് ഒളു ഉണ്ടാക്കുക. പള്ളിയിലേക്കുള്ള വരവ് തന്നെ ഒളോടുകൂടെ ആവുക, ശാന്തതയോടുകൂടെ വരിക, വഖാറോടുകൂടെ വരിക. അതുപോലെ തന്നെ പള്ളിയിലേക്ക് കയറുമ്പോഴുള്ള അദബ് പാലിക്കുക. വരുമ്പോഴുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വമിൻ അമാമി നൂറ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയോടുകൂടെ വരിക. നേരത്തെ വന്ന് റവാത്തിബ് നമസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ അത് നിർവഹിക്കുക. തഹിയ്യത്ത് നമസ്കാരങ്ങൾ തഹിയ്യത്ത് നിസ്കരിക്കുക. 1ാമത്തെ സഫ് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ അതുപോലെ തന്നെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലിരുന്ന് പ്രാർത്ഥിക്കാനുള്ള സമയം കണ്ടെത്താൻ ശ്രമിക്കുക. ഇങ്ങനെ കുറച്ച് ചിട്ടകളൊക്കെ പാലിച്ചു വരുമ്പോഴാണ് 27 ഇരട്ടി കൂലി കിട്ടുക എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ജമാഅത്തിൽ എവിടെങ്കിലും അവസാനം പോയിട്ട് സലാമിൽ പോയി പങ്കെടുത്താൽ അതിന് 27 ഇരട്ടി ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാലോ, അതൊരു പൂർണ്ണത അല്ല എന്നതിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ കഫാറത്തുകൾ, നമ്മുടെ പാപങ്ങൾ പരിഹരിച്ചു തരാൻ അല്ലാഹു തആല നിശ്ചയിച്ച മാർഗങ്ങൾ ഉപയോഗപ്പെടുത്താനും അതിന്റെ പുണ്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ ഇഷ്ടപ്പെട്ടും സ്നേഹിച്ചും അതിനോടൊരു മഹബത്തോടെയും റാദിയത്തായിക്കൊണ്ടും അതിന്റെ കർമാനുഷ്ഠാനങ്ങൾ പാലിച്ചു ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ.